friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ ഗീ റോസ്റ്റ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവും നല്ല ടേസ്റ്റുമുള്ള ഈ ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളായാണ് ചിക്കൻ കട്ട് ചെയ്യേണ്ടത്. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ 1 കപ്പ് ചെറുതായി അരിഞ്ഞ സവാള ഇതിൽ ചേർക്കുക. സവാള മീഡിയം തീയിൽ 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിൽ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഈ സമയം ചേർക്കുന്നുണ്ട്. കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ഇത് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ്. ഇതിനൊപ്പം തന്നെ അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. മസാലകൾ നന്നായി ചിക്കനെ പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങിയിരിക്കുന്നത് കാണാം. ഇനി ഇത് തീ ഹൈ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അധികം എരിവ് ആവശ്യമില്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും അവസാനമായി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഗീ റോസ്റ്റിന്റെ തനത് മണം ലഭിക്കുകയുള്ളൂ. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ ഗീ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.